4 തലമുറയോടൊപ്പം ഇരുന്ന് ലോഗോസ് ക്വിസ് മത്സര പരീക്ഷ എഴുതുന്ന 96 വയസ്സുള്ള ഏലിക്കുട്ടിയമ്മ ശ്രദ്ധേയയാകുന്നു. പാലാ രൂപതയിൽ തിടനാട് സെന്റ് ജോസഫ് ദേവാലയത്തിലാണ് ഈ അപൂർവ കാഴ്ച അരങ്ങേറിയത്. ജലന്ധർ രൂപത അധ്യക്ഷൻ അഭിവന്യ മാർ ജോസ് തെക്കഞ്ചേരി കുന്തിരിന്റെ മാതാവാണ് ഏലിക്കുട്ടിയമ്മ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ ക്ഷകന പ്രേക്ഷകരെ, ഇന്ന് ലോഗോസിൻ്റെ ഒരു സുന്ദര വിശേഷവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത്. പ്രത്യേകിച്ചും നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കേരള കത്തോലിക്ക സഭയിൽ ആകമാനം ലോഗോസ് ക്വിസ് പരീക്ഷ നടക്കുന്ന ദിവസമാണ്. പാലാ രൂപതയിൽ തിടനാട് സെൻറ്റ് ജോസഫ് തീർത്ഥാടന ദേവാലയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വാർത്തയാണ് നിങ്ങളെ അറിയിക്കുവാനുള്ളത്. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ 4 തലമുറകളോടൊപ്പം വരുന്ന ലോഗോസ് ക്വിസ് പരീക്ഷ എഴുതുന്ന ഒരു അപൂർവ ദൃശ്യമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും നമുക്കെല്ലാവർക്കും പരിചയമുള്ള, ഒരുപക്ഷെ ഷെക്കിന പ്രേക്ഷകർക്ക് വളരെ പരിചിതമായൊരു മുഖം തന്നെ ആയിരിക്കാം. മാർ ജോസ് തെക്കഞ്ചേരിക്കുന്ന് പിതാവിൻ്റെ മാതാവാണ് ഒന്ന്. മാതാവിൻ്റെ മകൻ ജോർജ്, ജോർജിൻ്റെ മകൻ കുര്യൻ, കുര്യൻ്റെ മകൻ ജോവാൻ എന്നിവർ ഒരുമിച്ചാണ് ഈ പരീക്ഷ എഴുതുന്നത്. അവരുടെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അറിയാവുന്നതൊക്കെ എഴുതുമല്ലേ? അറിയാവുന്നതൊക്കെ എഴുതുവാ. പരീക്ഷ എഴുതാണെന്ന് ഞാൻ പഠിച്ചൊന്നുമില്ല. പിന്നെ അങ്ങ് എഴുതുവാ, ജയിക്കാൻ വേണ്ടി എഴുതുവാ, അങ്ങ് എഴുതുവാ. അറിയാവുന്ന എഴുതും. ഓക്കെ ഓക്കെ. തിടനാട് സെൻറ്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തെ സംബന്ധിച്ച് നേരെ സന്തോഷവും അഭിമാനവുമുള്ള ദിവസമാണ്. ലോഗോസ് ക്വിസ് പരീക്ഷ ഇന്നിവിടെ നടത്തപ്പെടുമ്പോൾ 4 തലമുറയിൽപ്പെട്ട കുടുംബാംഗങ്ങൾ 650ഓളം വരുന്ന മറ്റ് അംഗങ്ങളോടൊപ്പം ഇന്നിവിടെ ലോഗോസ് ക്വിസിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. 96 വയസ്സുള്ള അമ്മച്ചി മുതൽ മക്കളും കൊച്ചുമക്കളും പേരക്കിടാങ്ങളും അടങ്ങുന്ന 4 തലമുറയിൽപ്പെട്ടവർ ഒരുമിച്ചിരുന്ന് ഈ ലോഗോസ് ക്വിസ് പരീക്ഷ എഴുതുന്നു എന്നുള്ളത് ഈ ഇടവയെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ളതാണ്. തെക്കഞ്ചേരി കുന്നേൽ കുടുംബത്തിൽപ്പെട്ട 4 തലമുറയിൽപ്പെട്ട അംഗങ്ങളാണ് ഇന്ന് ഈ ലോഗോസ് ക്വിസ് പരീക്ഷയിൽ പങ്കെടുക്കുന്നത്. അഭിവന്യ തെക്കഞ്ചേരി പിതാവിൻ്റെ മാതാവ് ഉൾപ്പെടെ മക്കളും കൊച്ചുമക്കളും ഉൾപ്പെടുന്ന അംഗങ്ങൾ ഒന്നു ചേർന്ന് സന്തോഷത്തോടെ ഈ പരീക്ഷയിൽ ഭാഗഭാക്കാകുന്നു. 96 വയസ്സുള്ള ഈ അമ്മച്ചി ബൈബിൾ പല പ്രാവശ്യം പകർത്തി എഴുതിയിട്ടുണ്ട്, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ കാര്യം ഈ നിമിഷത്തിൽ അറിയിക്കുകയാണ്.